നിങ്ങൾക്ക് എത്രത്തോളം പൈസ നഷ്ടമായിട്ട് നിങ്ങൾക്ക് അറിയണല്ലേ. എന്നിട്ട് നിങ്ങൾ നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലേ 7 ദിവസത്തിനുള്ളിൽ കിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ കിട്ടൂല, എന്ത് കാരണമാണെങ്കിലും പൈസ കിട്ടൂല എന്നുള്ളത്. ആയിക്കോട്ടെ, ഞാൻ ഒരു ദിവസത്തിന്റെ കണക്കിനാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ദിവസത്തിന്റെ കണക്ക് നിനക്ക് കൺസിഡറേഷൻ തന്നല്ലോ, അതെന്താ നീ മനസ്സിലാക്കാത്ത ആരിഫേ? ബാക്കി പൈസ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ. 1,88,800 രൂപ. ബാക്കി പൈസ നീ ഇപ്പൊ 7 ദിവസത്തിനുള്ളിലാണ് കിട്ടിയതെന്നുണ്ടെങ്കിലും ബാക്കി പൈസ കിട്ടൂലല്ലോ. അതാണ് നിനക്ക് കൺസിഡർ ചെയ്ത് തന്നത് ആ 1-2 ദിവസത്തിന്റെ കാര്യം ആയിക്കോട്ടെ, നിന്റെ അസുഖത്തിന്റെ പേരില്. ഞാൻ ആ കമന്റ് ഒഴിവാക്കൂല. നിങ്ങൾ എന്ത് ചെയ്തോളൂ, കേസ് കൊടുക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. ഞാൻ ഒഴിവാക്കൂല, കാരണം എനിക്ക് എന്റെ പൈസ കിട്ടണം. നീ കമന്റ് ഇട്ടെന്ന് വെച്ചിട്ട് പൈസയും കിട്ടൂല. നീ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാ, അല്ല ഞാൻ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണോ നിന്നോട് സംസാരിക്കുന്നത്? പറഞ്ഞ കമന്റ് ഇട്ട് പൈസ കിട്ടില്ല, അത് കേട്ടപ്പോ ഒരു ഭീഷണിപ്പെടുത്തുന്നതായിട്ട് തോന്നി. പറഞ്ഞിട്ട് നിനക്ക് കൺസിഡറേഷൻ മേടിച്ച് വന്ന ഞാൻ ആരായി ഇപ്പോ? അപ്പൊ നിങ്ങളോട് നിങ്ങളെ പേഴ്സണൽ കൺസിഡറേഷൻ കിട്ടി ബാക്കി പൈസ കൂടി അത് നമുക്ക് ആലോചിക്കാം. ആദ്യം നീ ആ കമന്റ് ഡിലീറ്റ് ചെയ്യും. കമന്റ് അഡിഷൻ ചെയ്യൂല നിങ്ങൾ പറയല്ലേ, കാരണം എനിക്ക് അത്രത്തോളം കുട്ടിക്ക് വേണ്ടി കമന്റ് ഇട്ട കുട്ടിക്ക് വേണ്ടി എനിക്ക് പോയി സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളെ ഫൗണ്ടർക്ക് നേരിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുണ്ട്. മൂപ്പര് ഒന്ന് നെവർ മൈൻഡ് ആക്കിയിട്ടാണിത്. ഒരു നല്ല റീപ്ലൈ മൂപ്പര് തന്നിട്ടില്ല. ഇനി ഇൻസ്റ്റയിൽ ഇപ്പോഴും ആ ചാറ്റ് ഉണ്ട്. എടാ സാറ് ഇതിലൊന്നും ഇടപെടൂല, ഓരല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ഞാൻ എനിക്ക് എന്റെ പൈസ കിട്ടുന്നില്ല. ഞാൻ ആകെ ഡൗൺ ആയിരിക്കും. ഞാൻ ഇപ്പോഴും ഒരു ജോലിക്കോ ഒരു കാര്യത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് തടി അനങ്ങിയിട്ടുള്ള ഒരു ജോലി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും പ്രശ്നമുള്ള ആളാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണില്ല. അത്രയും കാര്യങ്ങൾ നിങ്ങളെ കൈയും കാലം പിടിച്ച് എത്ര നിങ്ങളുടെ ഹബിലോട്ട് വന്നില്ല, എത്ര നിങ്ങളെ വിളിച്ചു ഓർപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട്. എന്നോട് ഇങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ആരും തരൂല എന്ന് പറഞ്ഞ സാധനം നീ എവിടെ എന്ത് ലീഗലി മൂവ് ചെയ്താലും കിട്ടൂല എന്നുള്ളൊരു സാധനമാണ് നിനക്ക് ഞാൻ മേടിച്ചു തന്നിട്ടുള്ളത്. നീ ആദ്യം ഞാൻ